എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫിയുടെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ്. ദർ ഈസ് എ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഓൺ എർത്ത്. ഭൂമിയിൽ ചൂട് ഓരോരോ പ്രദേശങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടാണ് ലഭിക്കുന്നത്. സ്പേഷ്യലും അതുപോലെ തന്നെ ടെമ്പറൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഒരേ ചൂടല്ല ലഭിക്കുന്നത്, എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല ചൂട് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ചില സമയങ്ങളിൽ കൂടുതൽ ചൂട് ലഭിക്കുന്നു, ചില സമയങ്ങളിൽ കുറച്ച് ചൂടാണ് ലഭിക്കുന്നത്. ഓക്കെ, ലോകത്തെ മുഴുവൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോകത്തെ എല്ലായിടത്തും ഒരേ അളവിലല്ല, ഒരേ സൂര്യനിൽ നിന്നുള്ള എനർജി ആയിട്ടുള്ള ഈ ടെമ്പറേച്ചർ, ഹീറ്റ് എനർജി ഒരേ അളവിലല്ല എല്ലായിടത്തും കിട്ടുന്നത്. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, ഈ സണ്ണിൽ നിന്നുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളിവിടെ നോക്കേണ്ടത്, ഇവിടെ പറയുന്ന ഫാക്ടേഴ്സ് ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്ന് ലാറ്റിറ്റ്യൂഡാണ് ഒരു ഫാക്ടർ. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫാക്ടറായിട്ട് ഇവിടെ പറയുന്നത് ആൽറ്റിറ്റ്യൂഡാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടറായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ ആണ് നമുക്ക് മൂന്നാമത്തെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫാക്ടറായിട്ട് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ഓഷ്യൻ കറൻസ് ആണ്. പിന്നെ നമുക്ക് അവസാനമായിട്ട് ആറാമതായിട്ട് നമുക്ക് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. എനിവേ, ഇങ്ങനെ 6 ഫാക്ടേഴ്സാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. എന്ത്? ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ സണ്ണിൽ നിന്നുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതായത് ഭൂമിയിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല ടെമ്പറേച്ചർ ലഭിക്കുന്നത്. അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ളത് ഈ പറയുന്ന 6 ഫാക്ടേഴ്സുകളെയാണ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ലാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ആൽറ്റിറ്റ്യൂഡ്, പിന്നെ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറൻസ്, അതുപോലെ തന്നെ റിലീഫ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, very high temperature is experienced along the equatorial regions where the incidence of sun's rays is almost vertical. അപ്പോൾ ആദ്യത്തെ ഫാക്ടറായിട്ട് നമ്മൾ പറയുന്നത് ലാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡിൻ്റെ ഈ ഭാഗം ഞാൻ വായിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രമാണ്. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നിന്ന് സൺറൈസ് നമുക്കിങ്ങനെ സണ്ണിൽ നിന്ന് സൂര്യപ്രകാശം അല്ലെങ്കിൽ സണ്ണിൻ്റെ എനർജി പോകുന്നത് കാണാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓരോരോ ലാറ്റിറ്റ്യൂഡുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ലാറ്റിറ്റ്യൂഡുകളെ ഞാൻ വേറൊരു മഷിയിൽ അടയാളപ്പെടുത്താം നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് ഇക്വേറ്ററാണ്. അതുപോലെ തന്നെ ഇവിടെ 23½ ഡിഗ്രി നോർത്തിലും 23½ ഡിഗ്രി സൗത്തിലുമായിട്ട് 2 ലാറ്റിറ്റ്യൂഡുകൾ വരുന്നുണ്ട്. ഒന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 23½ ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള 23½ ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും സദേൺ ഹെമിസ്ഫിയറിലുള്ള 23½ ഡിഗ്രിയെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്കിനി വേറെയുണ്ട്. അതുപോലെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇതാ 66½ ഡിഗ്രി നോർത്ത് ഉണ്ട്, അതുപോലെ 66½ ഡിഗ്രി സൗത്ത് ഉണ്ട്. 66½ ഡിഗ്രി നോർത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടിക് സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. ആർട്ടിക് സർക്കിൾ. 66½ ഡിഗ്രി സൗത്ത് ആണെങ്കിൽ അതിനെ അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നു. പിന്നെ അവസാനം നമുക്ക് നോർത്ത് പോളും അതുപോലെ തന്നെ സൗത്ത് പോളും ഉണ്ട്. 90 ഡിഗ്രി നോർത്തിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് വിളിക്കുന്നു, 90 ഡിഗ്രി സൗത്തിനെ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ സൺലൈറ്റ് സണ്ണിൽ നിന്ന് ഓരോ സ്ഥലത്തേക്കുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്.
ഇവിടെ പറഞ്ഞത് പ്രകാരം വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് അലോങ് ദ ഇക്വറ്റോറിയൽ റീജിയൻസ് വേർ ദ ഇൻസിഡൻസ് ഓഫ് സൺസ് റേസ് ഈസ് ഓൾമോസ്റ്റ് വെർട്ടിക്കൽ. അതായത് സണ്ണിൽ നിന്നുള്ള ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്ന് പറയുന്ന ഈ സംഗതി വെർട്ടിക്കലായിട്ട് പതിക്കുന്നത്, വെർട്ടിക്കലായിട്ട് അത് കുത്തനെ പതിക്കുന്നത് ഇക്വറ്റോറിയൽ റീജിയൻസിലാണ്. നോക്കൂ, ഇതാ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയ ഈ ഇക്വറ്റോറിയൽ റീജിയൻസ്, ഇക്വറ്റോറിയൽ റീജിയൻസ് 0 ഡിഗ്രി, ഈ ഇക്വറ്റോറിയൽ റീജിയൻസിലാണ് കുത്തനെ പതിക്കുന്നത്. ഓക്കെ, വെർട്ടിക്കലായിട്ട് പതിക്കുന്നത്, ഓൾമോസ്റ്റ് വെർട്ടിക്കലായിട്ട് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ട്രാവൽ ചെയ്താൽ മതി. സൺസ് റേസിന് ഈ ഇക്വറ്റോറിയൽ റീജിയനിലോട്ടേക്ക് കുറച്ച് ട്രാവൽ ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനർജി അതായത് എനർജി ലോസ് ഇല്ലാതെ വെർട്ടിക്കലി കുത്തനെ പതിക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരം ട്രാവൽ ചെയ്താൽ മതി സൺറൈസിന് ഇക്വറ്റോറിയലിലോട്ടേക്ക്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുത്തനെ പതിക്കുന്നത് കൊണ്ടും അത് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി എന്നതുകൊണ്ടും ഏറ്റവും കൂടുതൽ എനർജി ലോസ് ഇല്ലാതെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഭൂമിയിൽ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇക്വറ്റോറിയൽ റീജിയൻ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബാക്കി എല്ലാ സ്ഥലത്തേക്കും എന്ത് ചെയ്യണം? സണ്ണിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യണം. സൺസ് റേസിന് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിന് അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള എനർജിക്ക് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യണം. കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എനർജി ലോസ് ആവും അല്ലേ, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ. അപ്പം മാത്രമല്ല, ഇവിടെ മാത്രമാണ് ഇക്വറ്റോറിയൽ റീജിയനിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വെർട്ടിക്കലി വന്നത്. മറ്റിടത്തേക്കൊക്കെ വെർട്ടിക്കലി അല്ല, പിന്നെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം എത്രത്തോളം ദൂരത്തേക്ക് പിന്നെ ട്രാവൽ ചെയ്യണോ അത്രത്തോളം ദൂരം എന്താകുന്നു? ഇതിന് എനർജി ലോസ് ഉണ്ടാകുന്നു, അതായത് ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ഏറ്റവും വെർട്ടിക്കലി കിട്ടിയ ഇക്വേറ്റർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുക. അതിനുശേഷം പിന്നെ കിട്ടുക ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുമാണ്. അതായത് പിന്നീട് അടുത്തുള്ളത് ഇതാണല്ലോ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ, ഈ അടയാളപ്പെടുത്തിയ ഇത്രയും സ്ഥലങ്ങളിലാണ്, അതായത് ഇക്വേറ്ററിൽ ഏറ്റവും കൂടുതൽ, പിന്നെ ഈ പറയുന്ന 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തും, അതായത് ടോട്ടൽ ഒരു 47 ഡിഗ്രിയിലാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഈ ഓൾമോസ്റ്റ് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഇന്ത്യ വരുന്നത് ഈ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. 23.5 ഡിഗ്രിയൊക്കെ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രോപ്പിക്കൽ രാജ്യമായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടെമ്പറേച്ചറൊക്കെ നല്ല അത്യാവശ്യം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്ന ഇക്വറ്റോറിയൽ, പിന്നെ അതിനുശേഷം ഇക്വറ്റോറിയനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ സൺറൈസിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെർട്ടിക്കലി ഒന്നുമല്ല അങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആർട്ടിക് സർക്കിളിലോട്ടേക്കും അന്റാർട്ടിക് സർക്കിളിലോട്ടേക്കും, അതായത് ഈ 23.5 ഡിഗ്രീൻ്റെ ശേഷം ഇങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളിലോട്ടേക്കും 23.5 ഡിഗ്രിക്ക് ശേഷമുള്ള സ്ഥലങ്ങളിലോട്ടേക്കൊക്കെ എന്താണ് പിന്നീട് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സൺറൈസ് വളരെ കുറച്ചാണ് കിട്ടുക. പോളാർ റീജിയനിലോട്ടേക്ക് പോകുന്തോറും, നോർത്ത് പോളിലോട്ടേക്കും അതുപോലെ തന്നെ സൗത്ത് പോളിലോട്ടേക്കും പോകുമ്പോഴേക്കും വളരെ അധികം എനർജി ലോസ് ഉണ്ടാകും. കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ എനർജി ലോസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ വളരെ തണുത്ത് കിടക്കുന്നത്. കാര്യം സൂര്യപ്രകാശം വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഓക്കെ, 6 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പോളാർ റീജിയൻസിൽ സൂര്യൻ ഉദിക്കുന്നുള്ളൂ, സൂര്യൻ അസ്തമിക്കുന്നുള്ളൂ. കാര്യം അത്രയും നമ്മൾ വിസിബിൾ അല്ല. സൺലൈറ്റ് എന്ന് പറയുന്നത് വളരെ തീരെ വിസിബിൾ അല്ലാതെ അധിക സമയവും ഇരുട്ടായിട്ട് അല്ലെങ്കിൽ ഇരുട്ടെന്ന സെൻസ് ഒരു മൂടി കെട്ടിയിട്ടുള്ള, അതായത് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ, എവിടേക്കാണ് ഏറ്റവും കൂടുതൽ, അതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Owing to the spherical shape of the earth, അടുത്ത പാരഗ്രാഫാണ് വായിക്കുന്നത്. Owing to the spherical shape of the earth, the incidence of sun's rays are more inclined away from the equator towards the poles. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കുത്തനെ പതിക്കുന്നതും വെർട്ടിക്കലായിട്ട് പതിക്കുന്നതും ബാക്കിയുള്ളതൊക്കെ ചെരിഞ്ഞ് പതിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഫെറിക്കൽ ഷേപ്പാണ്. നമ്മൾ ഓൾമോസ്റ്റ് സ്ഫെറിക്കൽ ഷേപ്പാണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഭൂമിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോയിഡ് എന്നാണ് നമ്മൾ പറയുക. ജിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഷേപ്പ് എന്താണോ അതിനെയാണ് നമ്മൾ
ജിയോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പ് വേറെ ഒന്നിനുമില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എന്ത് പറയുകയാണ്, സ്ഫെറിക്കൽ, ഗോളം എന്ന് പറയുകയാണ്. ശരിക്ക് ഭൂമിയുടെ ഷേപ്പ് വേറെ ഒന്നിനുമില്ല. ഭൂമിയുടെ യഥാർത്ഥ ഷേപ്പിനെ നമ്മൾ ഭൂമിയുടെ ഷേപ്പ് പോലെ ഭൂമിയുടെ ഷേപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭൂമിയുടെ ഷേപ്പിനെ നമ്മൾ വിളിച്ച പേര് ജിയോയിഡ് എന്നാണ്. പക്ഷേ എനിവേ നമുക്കൊരു സ്ഫെറിക്കൽ ഷേപ്പായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ കൺസിഡറേഷന് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്താണ് ഈ ഭൂമിയുടെ ഈ ഒരു റൗണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പാണ്. കണ്ടോ, ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ് എന്ത് ചെയ്യുന്നത്, ചില ഭാഗത്ത് കുത്തനെ പതിക്കാനും ചില ഭാഗത്തേക്കൊക്കെ വളഞ്ഞ് പതിക്കാനും റീസൺ ആകുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇക്വേറ്ററിലേക്ക് വളരെ കൃത്യമായിട്ട് പതിക്കാനും അതിന് പോളാറിലോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഇൻക്ലൈൻഡ് ആയിട്ട് അത് കുറച്ചും കൂടെ വൈഡായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെരിഞ്ഞ് പതിക്കാനുള്ള റീസൺ എന്നാണ് പറയുന്നത്. Thus the temperature gradually decreases towards both poles. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിൽ നിന്ന് രണ്ട് പോളുകളിലേക്ക് പോകുന്തോറും ഇക്വേറ്ററിൽ നിന്ന് പോകുന്തോറും എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, ഇപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ എവിടേക്കൊക്കെ ഇത്രയും അറ്റത്താകുമ്പോഴത്തേക്ക് കുറഞ്ഞു വരും. ഓക്കെ, ഇക്വേറ്ററിനോട് അടുക്കും തോറും ചൂട് കൂടും. ഇക്വേറ്ററിൽ നിന്ന് അകന്ന് പോളാറിലോട്ടേക്ക് അടുക്കും തോറും എന്താവും, ചൂട് കുറഞ്ഞു വരും. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സോൺസ് മേ ബി ഫോംഡ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് അളവിലാണല്ലോ ഈ ഓരോ ലാറ്റിറ്റ്യൂഡിലും ടെമ്പറേച്ചർ എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഭൂമിയെ വിവിധ ടെമ്പറേച്ചർ സോണുകളാക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സോണുകളായിട്ട് കാറ്റഗറി ചെയ്യാം. അതാണ് അടുത്ത ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തും. അതായത് ഇക്വേറ്റർ മുതൽ ഇങ്ങനെ ഇത്രയും ഒരു ഏരിയ അല്ലേ, 23.5 ഡിഗ്രി സൗത്തും 23.5 ഡിഗ്രി നോർത്തും വരുന്ന ഈ ഒരു ഏരിയ, അതായത് ഏകദേശം ഒരു 47 ഡിഗ്രി ഈ പ്രദേശം, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ഈ ഒരു ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്നത്. ഇക്വേറ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്നത് ഇത്രയും അടയാളപ്പെടുത്തിയ ഈ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്ന പേര് ടോറിഡ് സോണുകൾ എന്നാണ്. ടോറിഡ് സോണുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടോറിഡ് സോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ടോറിഡ് സോണുകൾ എന്നാണ് ഇത്രയും ഏരിയ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 23.5 ഡിഗ്രി നോർത്തിനും 66.5 ഡിഗ്രി നോർത്തിനും ഇടയിൽ, അതുപോലെ തന്നെ 23.5 ഡിഗ്രി സൗത്തിനും 66.5 ഡിഗ്രി സൗത്തിനും ഇടയിൽ, അതായത് ഈ യെല്ലോ നിറത്തിൽ അടയാളപ്പെടുത്തിയ നോർത്തേൺ ഹെമിസ്ഫിയറിലും കാണാം, സദേൺ ഹെമിസ്ഫിയറിലും കാണാം. ഈ സ്ഥലങ്ങളിൽ കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്ന പേര് ടെമ്പറേറ്റ് സോണുകൾ എന്നാണ്. ടെമ്പറേറ്റ് സോണുകൾ, നോർത്തിലും ടെമ്പറേറ്റ് സോൺ ഉണ്ട്, സൗത്തിലും ടെമ്പറേറ്റ് സോൺ ഉണ്ട്. അപ്പോൾ ടെമ്പറേറ്റ് സോണുകളാണ് ഇത്. അതായത് നമുക്ക് കുറച്ചുകൂടെ ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ മിതോഷ്ണ മേഖലകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. മിതോഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വലിയ ചൂട് ലഭിക്കുന്നില്ല ചൂട് കുറവാണ്, എന്നാൽ വലിയ തണുപ്പുമല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇനി 66.5 ഡിഗ്രിക്ക് ശേഷം 90 ഡിഗ്രി വരെ, അത് നോർത്തിലേക്കും ഉണ്ട്. 66.5 ഡിഗ്രി തൊട്ടിട്ട് നോർത്തിലോട്ടേക്ക് 90 ഡിഗ്രി വരെ, 66.5 ഡിഗ്രി തൊട്ടിട്ട് 90 ഡിഗ്രി സൗത്തിലോട്ടേക്കും, അല്ലേ? അതായത് ആർട്ടിക് സർക്കിൾ തൊട്ടിട്ട് നോർത്ത് പോൾ വരെയും അന്റാർട്ടിക് സർക്കിൾ തൊട്ടിട്ട് സൗത്ത് പോൾ വരെയും, ഇത്രയും, അതായത് 66.5 ഡിഗ്രി ടു 90 ഡിഗ്രി, ഇത്രയും ഏരിയകൾ അറിയപ്പെടുന്നത് ഫ്രിജിഡ് സോണുകൾ എന്നാണ്. കണ്ടോ, ഈ നിറത്തിൽ അടയാളപ്പെട്ട് ഫ്രിജിഡ് സോൺ. അപ്പോൾ നോർത്തിലുള്ളത് ഫ്രിജിഡ് സോണ്, നോർത്ത് ഫ്രിജിഡ് സോണ്, സൗത്തിലുള്ള ഫ്രിജിഡ് സോണ്, സൗത്ത് ഫ്രിജിഡ് സോണ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ സോണുകൾ ഏതൊക്കെയാണ്? ടോറിഡ് സോൺ. പിന്നെയുള്ളത് ടെമ്പറേറ്റ് സോൺ. പിന്നെയുള്ളത് ഏതാണ്? ഫ്രിജിഡ് സോൺ. ഓക്കെ, അതിൽ ടോറിഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരിക? ടോറിഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത്, ഹൈലി ടെമ്പറേച്ചർ കിട്ടുന്ന സ്ഥലം. ഇക്വേറ്ററൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാ വരിക? 23.5 ഡിഗ്രി ടു 66.5 ഡിഗ്രി, അതെ, അത് നോർത്തിലും വരും സൗത്തിലും വരും. അപ്പോൾ ഇവിടെ ഒരു മിതമായ ചൂടാണ് ലഭിക്കുന്നത്. ഫ്രിജിഡ് സോൺ എന്ന് പറഞ്ഞാൽ തീരെ ചൂട് ലഭിക്കാത്ത സ്ഥലം, അല്ലേ? വളരെ തണുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇതേതാ വരിക? 66.5 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിൽ. അപ്പോൾ ഇതെന്താണ്? ഇത് നോർത്തിലും വരും, ഇത് സൗത്തിലും വരും. ഓക്കെ, അപ്പോൾ ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ഫാക്ടറാണ് ആൽറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫാക്ടർ. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ നമ്മൾ പഠിച്ചു, ഏതാണ്? ലാറ്റിറ്റ്യൂഡാണ്.
ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിട്ട് പതിക്കാനുള്ള റീസണായിട്ട് പറഞ്ഞത്. ഇനി അടുത്തത് ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം, അല്ല എന്താണ് അർത്ഥം, എന്താണ് ഉയരം എന്നാണ് അർത്ഥം അല്ലേ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഉയരം എന്നാണ്. ഓക്കെ, നമ്മുടെ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും ഒരേ ഉയരത്തിലാണോ ഉള്ളത്? അല്ല. ചില പ്രദേശങ്ങൾ വളരെ ഉയരത്തിലാണ്, ചില പ്രദേശങ്ങൾ സീ ലെവലിനോട് ചേർന്നിട്ടാണ്, ചില പ്രദേശങ്ങൾ സീ ലെവലിനും താഴെയാണ് അല്ലേ. ഇപ്പം നമ്മുടെ ഒരു മലബാർ, കേരളത്തിൻ്റെ ഒരു മലബാർ ഏരിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സീ ലെവലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ കൊച്ചി ആ ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഈ ഇങ്ങനെ ഏകദേശം നമ്മുടെ ഒരു കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഒരു മൂന്നാർ, ഇടുക്കി ആ ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സീ ലെവലിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് ആ പ്രദേശങ്ങൾ, വയനാടൊക്കെ നിൽക്കുന്നത്. ഇനി നമ്മുടെ കുട്ടനാട്, അതുപോലെ തന്നെ വൈപ്പിൻ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സീ ലെവലിനും താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം സീ ലെവലിനെയാണ് നമ്മൾ ബേസാക്കി എടുക്കാറുള്ളത്. സീ ലെവലിനോട് ചേർന്ന സ്ഥലങ്ങൾ, സീ ലെവലിൽ നിന്ന് ഉയരമുള്ള സ്ഥലങ്ങൾ, സീ ലെവലിനേക്കാൾ താഴെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത്. എനിവേ, ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഗ്രാജ്വലി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ പറഞ്ഞു വരുന്നത് ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ഉയരം കൂടുന്തോറും നമ്മൾ വിചാരിക്കും അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങോട്ട് പോകുന്തോറും എന്താണ് ടെമ്പറേച്ചർ കൂടി വരുമെന്നല്ലേ, സണ്ണിലേക്ക് അടുക്കുന്തോറും നമുക്ക് ടെമ്പറേച്ചർ കൂടുമെന്നല്ലേ വിചാരിക്കുക. അല്ല. എന്താണ് പറയുന്നത്? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഗ്രാജ്വലി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലാറ്റിറ്റ്യൂഡ്. ഉയരം കൂടുന്തോറും താപനില കുറയും. Okay, the phenomenon of gradual decrease in temperature at the rate of 6.4 degrees Celsius per kilometer of altitude is termed as normal lapse rate. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഓരോ കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും അവിടെ 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് ഓരോ കിലോമീറ്റർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലത്ത് എത്രയായിരുന്നോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് അതിനേക്കാൾ 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തു? താപനില കുറയും. പിന്നെയും നമ്മൾ 1 കിലോമീറ്ററും കൂടെ ഉയരത്തിലേക്ക് പോയാലോ വീണ്ടും ഒരു 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയും. അപ്പോൾ എത്രത്തോളം ഉയരത്തിലേക്ക്, എത്രത്തോളം ഓരോ കിലോമീറ്ററിലും 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് താപനില കുറയുകയാണ്. ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെ, ഈ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് നമ്മളിങ്ങനെ ഓരോ കിലോമീറ്ററിലും 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് ടെമ്പറേച്ചർ കുറയുന്നതിനെ വിളിക്കുന്ന പേര്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇവിടെ താഴെ നിങ്ങൾ സർഫേസിൽ നിൽക്കുന്ന സമയത്ത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നമ്മൾ ഒരു കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയി. ആ 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയപ്പോൾ എന്തായി? അത് 6.4 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അത് 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 6.4 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അപ്പോൾ എത്രയായി? 23.6 ഡിഗ്രി സെൽഷ്യസ് ആയി. വീണ്ടും നമ്മൾ 1 കിലോമീറ്റർ കൂടെ പോയി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? 6.4 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അങ്ങനെ 17.2 ആയി. അങ്ങനെ പിന്നെയും നമ്മൾ ഉയരത്തിലേക്ക് പോയി. അങ്ങനെ 6.4 ഡിഗ്രി വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞു 5 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയപ്പോഴോ അവിടെ -2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. 6 കിലോമീറ്റർ പോയാൽ അപ്പോൾ എത്രയായിരിക്കും? -2 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക. അതായത് എത്രയുണ്ടായിരിക്കും? നമുക്ക് ഏകദേശം 8.4 ഡിഗ്രി സെൽഷ്യസ്, -8.4 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? 8.6 ഡിഗ്രി സെൽഷ്യസ്, -8.6 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്തോറും നമുക്ക് തണുപ്പ് കൂടി വരാനുള്ള റീസൺ. കാര്യം ഉയരത്തിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞ് ചൂട് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു പ്രദേശം എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നതനുസരിച്ചിട്ടാണ് അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കോ കുറയാണ്. ഇപ്പോൾ നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാര്യം ഇതാണ് ഒരു റീസൺ. ടെമ്പറേച്ചർ കുറവാണ്, കാര്യം ഉയരത്തിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറയും. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ പഠിച്ചു. ഇവിടെ നിങ്ങൾക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. വൈ ഡു വി ജനറലി എക്സ്പീരിയൻസ് ലോ ടെമ്പറേച്ചർ അറ്റ് പ്ലേസസ് സിറ്റുവേറ്റഡ് അറ്റ് ഹയർ എലിവേഷൻസ് സച്ച് ആസ് ഊട്ടി, മൂന്നാർ ആൻഡ് കൊടൈക്കനാൽ അല്ലേ? നല്ല ഉയരമുള്ള ഹയർ എലിവേഷൻസ് അല്ല, നല്ല ഉയരമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ്, ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലിലൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലോ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ ഇവരൊക്കെ ഹൈ എലിവേഷനിലുള്ള സ്ഥലങ്ങളാണ്. ആൾട്ടിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ ഇത്രയും ടെമ്പറേച്ചർ കുറയുമെന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. നോർമൽ ലാപ്സ് റേറ്റ് ഉണ്ട്, ഇവിടെ നമ്മൾ കണ്ടു നോർമൽ ലാപ്സ് റേറ്റ് ഇങ്ങനെ ഓരോ ഇതിലും കുറയുന്നത്. അടുത്ത
ഒരു ഫാക്ടറാണ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും അടുത്തൊരു ഫാക്ടറാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. പല സ്ഥലങ്ങളിലും പല രൂപത്തിൽ പല അളവിലാണ് നമുക്ക് ടെമ്പറേച്ചർ ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസണായിട്ട് നമ്മൾ ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഫാക്ടറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ എന്ന് പറയുന്നത്. എന്താണ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ എന്ന് പറയുന്നത്? കമ്പയർഡ് ടു സീ, ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. Thus, the land areas experience higher summer temperature and lower winter temperature when compared to sea. നോക്കൂ, നമ്മൾ കടലിനെയും അതുപോലെ തന്നെ ലാൻഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ തന്നെയാണ്. മനുഷ്യരിൽ ചില ആൾക്കാരില്ലേ പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെയാണ് ഈ ലാൻഡിൻ്റെ പ്രത്യേകത. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറാണ് അതിന് ലാൻഡിനുള്ളത്. സീയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോലിയാണ് അത് ചൂട് പിടിക്കുക, സ്ലോലിയാണ് അത് എന്ത് ചെയ്യുക, തണുക്കുക. അപ്പോൾ നമ്മൾ സീനെയും ലാൻഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പകൽ സമയം എടുത്തു നോക്കുക. പകൽ സൂര്യൻ ഉദിച്ചു, ഇങ്ങനെ ഇൻസുലേഷൻ വഴി ടെമ്പറേച്ചർ താഴോട്ടേക്ക് വരികയാണ്. ആരാണ് പെട്ടെന്ന് ചൂടാവുക? ലാൻഡാണ് പെട്ടെന്ന് ചൂടാവുക. ആരാണ് സ്ലോലി ചൂടാവുക? സീ ആണ്. സോ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പകൽ സമയം നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് എവിടെ ഫീൽ ചെയ്യും? നമുക്ക് ലാൻഡിൽ ഫീൽ ചെയ്യും. കാര്യം ലാൻഡ് പെട്ടെന്ന് ഫാസ്റ്ററായിട്ട് എന്ത് ചെയ്യുന്നു, ചൂടാവുന്നുണ്ട്. രാത്രിയാകുമ്പോഴോ ലാൻഡിൽ പെട്ടെന്ന് തണുപ്പ് വരും. ആ സമയം നമ്മൾ കടലിൽ പോയി നോക്കൂ, കടലിൽ നമുക്ക് ചൂടാണ് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു പകൽ സമയത്ത് തന്നെ വളരെ സ്ലോലിയാണ് കടൽ ചൂടാവുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കാണ് അത് ചൂടായി എത്തുന്നുണ്ടാവുക. ഇനി ചൂടായി കഴിഞ്ഞാൽ അത് പിന്നെ സാവധാനമാണ് തണുക്കുന്നുണ്ടാവുക. പക്ഷേ ലാൻഡ് അങ്ങനെയല്ല, ചൂട് വന്നു പെട്ടെന്ന് തന്നെ ചൂടായി, ചൂട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ ഈ സമ്മർ സീസണിൽ, അതായത് വേനൽക്കാലത്ത് നമുക്ക് വളരെയധികം ലാൻഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ചൂട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യം എന്താണ്? ഈ സമ്മർ സീസൺ ആകുമ്പോൾ കൂടുതൽ ചൂട് എത്തുകയാണല്ലോ, സൂര്യനിൽ നിന്ന് കൂടുതൽ ചൂട് നമ്മുടെ ലാൻഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഭയങ്കരമായ ചൂട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ലാൻഡിൽ വളരെയധികം ചൂട് നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ വിൻ്റർ ആവുന്ന സമയത്ത്, തണുപ്പ് കാലമാവുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം എത്തുന്നില്ല, ഈ പറയുന്ന തണുപ്പ് നമ്മളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചൂട് നമുക്ക് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക, നമുക്ക് ഈ നമ്മുടെ ഈ സർഫേസിൽ അല്ലെങ്കിൽ ലാൻഡിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, അധികവും തണുപ്പ് അല്ലെങ്കിൽ ഈ ചൂട് കുറവായിരിക്കും. അപ്പോൾ ഈ കാരണം കൊണ്ട് വളരെ പെട്ടെന്ന് ലാൻഡ് തണുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, സീനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹയർ സമ്മറിൽ നല്ല ടെമ്പറേച്ചർ, ലോവർ ടെമ്പറേച്ചർ നമുക്ക് വിൻ്ററിലും എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും സീയുടെയും ലാൻഡിൻ്റെയും ഒരു സ്പെഷ്യാലിറ്റി വെച്ചുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. അടുത്ത ഒരു ഫാക്ടറാണ് നമ്മുടെ ഈ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. കടലിൽ നിന്ന് എത്രത്തോളം അകലെയാണ് നിൽക്കുന്നത്, കടലിൽ നിന്ന് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് എത്രത്തോളം അകലെയാണ്, എത്രത്തോളം അടുത്താണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ പറയുന്നത്. ദ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ ആൻഡ് വൈസ് വേഴ്സ help to moderate the temperature experienced along coastal areas. Away from the sea, the maritime influence gradually decreases to cause very high day temperature and low night temperature. എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്, ഡെയിലി നമുക്ക് 2 വിൻഡുകൾ വരുന്നുണ്ട്. ഒന്ന് സീയിൽ നിന്ന് ലാൻഡിലോട്ടേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡ്, അതിനെ നമ്മൾ സീ ബ്രീസ് എന്ന് വിളിക്കും. മറ്റൊരു വിൻഡ് ലാൻഡിൽ നിന്ന് തിരിച്ച് സീയിലോട്ടേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡ്, ഇതിനെ നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കും. അപ്പോൾ ഡെയിലി ലാൻഡ് ബ്രീസും ഉണ്ട്, സീ ബ്രീസും ഉണ്ട്. ഓക്കെ, ഇതെവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക? നമ്മുടെ കോസ്റ്റൽ ഏരിയകളിലാണ് എക്സ്പീരിയൻസ് ചെയ്യുക. കടലിനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡ് ഏരിയകളുണ്ടല്ലോ, അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഈ പറയുന്ന ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ കടലിൽ നിന്ന് ലാൻഡിലോട്ടേക്ക് സീ ബ്രീസ് വരുന്നു, ലാൻഡിൽ നിന്ന് തിരിച്ച് കടലിൽ നിന്ന് ലാൻഡിലോട്ടേക്ക് സീ ബ്രീസും, ലാൻഡിൽ നിന്ന് കടലിലോട്ടേക്ക് ലാൻഡ് ബ്രീസും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഉണ്ട്. ഇത് ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കോസ്റ്റൽ ഏരിയയോട് അടുത്ത് കിടക്കുന്ന കോസ്റ്റൽ റീജൻസിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ വലിയ അളവിലേക്ക് കൂടുകയോ വലിയ അളവിലേക്ക് താഴുകയോ ചെയ്യില്ല. കാര്യം എന്താ?
കാര്യം ഈ ലാൻഡ് ബ്രീസും സീ ബ്രീസും ബ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂട്ടി കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. അപ്പോൾ ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊടുക്കുന്നതുകൊണ്ട് തന്നെ, കാര്യം ലാൻഡിൽ വേറെ ടെമ്പറേച്ചറും സീയിൽ വേറെ ടെമ്പറേച്ചറും ആയിരിക്കും അല്ലേ. എപ്പോഴും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കില്ല, ലാൻഡിലെയും സീയിലെയും ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ലാൻഡിലുള്ള ടെമ്പറേച്ചറും സീയിലുള്ള ടെമ്പറേച്ചറും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ ലാൻഡ് ബ്രീസും സീ ബ്രീസും വഴി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുക്കുന്നുണ്ട്. ഇതൊരു ബാലൻസിൽ ഇങ്ങനെ പോകും, മോഡറേറ്റ് ആയിട്ട് മിതമായിട്ട് നിൽക്കും. എന്നാൽ കടലിൽ നിന്ന് അകലെയുള്ളൊരു സ്ഥലം, ഇപ്പോൾ ഇതാ ഇവിടെ ഒരു സ്ഥലം കാണാം നിങ്ങൾക്ക്, ബി എന്ന് അടയാളപ്പെടുത്തി. ഇപ്പോൾ എ എന്താണ് കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉള്ളതുകൊണ്ട് ഇവിടെ മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ചൂട് വലിയ അളവിലേക്ക് കൂടുകയോ വലിയ അളവിലേക്ക് കുറയുകയോ ചെയ്യില്ല, കാര്യം അവിടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ട്. എന്നാൽ ഡൽഹി പോലെയൊക്കെയുള്ളൊരു സ്ഥലം നോക്കൂ, കടലിൽ നിന്ന് വളരെ അകലെയുള്ളൊരു സ്ഥലം. ഈ കടലിൽ നിന്ന് അകലെയുള്ള സ്ഥലത്ത് എന്താണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും എക്സ്പീരിയൻസ് ചെയ്യില്ല, കാര്യം അവിടെ കടലില്ലല്ലോ. അപ്പോൾ എന്തില്ലാവില്ല, ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും അവിടെ ചൂടാണെങ്കിൽ കനത്ത ചൂട്, തണുപ്പാണെങ്കിലോ കനത്ത തണുപ്പ്. അപ്പോൾ ടെമ്പറേച്ചർ വലിയ അളവിൽ കൂടുക, സമ്മറിലൊക്കെ വലിയ അളവിലേക്ക് കൂടുന്നു, വിൻ്ററിൽ വലിയ അളവിലേക്ക് ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, കേരളത്തിലൊക്കെ ചൂട് എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വളരെയധികം ചൂട് എന്നാണ്, അതിഭയങ്കരമായ ചൂടെന്ന് നമ്മൾ കേൾക്കാറുണ്ട് വാർത്തകളിൽ. ഇനി നമുക്ക് തണുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓക്കെ തണുപ്പ് കാലമാണ് എന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ ഡൽഹി പോലെയുള്ള ഈ നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലൊക്കെ വലിയ അതിശൈത്യം, സ്കൂളുകൾക്ക് അവധി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം എന്താ, അവിടെ ഈ പറയുന്ന ഇതിനെ ബാലൻസ് ചെയ്യാൻ സീ ഇല്ല. അപ്പോൾ കോസ്റ്റൽ റീജിയനിൽ നിന്ന് നമ്മൾ കടലിൽ നിന്ന് എത്രത്തോളം അകലെയാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ വളരെയധികം കൂടാനും വളരെയധികം കുറയാനും കാരണമാകും. കോസ്റ്റൽ റീജിയനോട് അടുത്ത് നിൽക്കുകയാണ്, ഇവിടെ എ എന്ന് പറയുന്ന പ്രദേശം കോസ്റ്റൽ റീജിയനോട് അടുത്താണ്, ബി എന്ന് പറയുന്നത് അകലെയാണ്. അപ്പം ഇവിടെ കോസ്റ്റൽ റീജിയനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ ഡെയിലി ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുക, അവിടെ മോഡറേറ്റ് ടെമ്പറേച്ചറാണ് ഉണ്ടായിരിക്കുക. ദ വിൻസ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ ആൻഡ് വൈസ് വേഴ്സ, തിരിച്ച് അങ്ങോട്ട് ലാൻഡിൽ നിന്ന് സീയിലോട്ടേക്കും തിരിച്ച് സീയിൽ നിന്ന് ലാൻഡിലോട്ടേക്കും ഉള്ളതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്താണ്, മോഡറേറ്റ് ടെമ്പറേച്ചറാണ് എക്സ്പീരിയൻസ് അലോങ് ദ കോസ്റ്റൽ ഏരിയാസ്. തീരപ്രദേശങ്ങളിൽ ഇങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നാൽ എവേ ഫ്രം ദ സീ, കടലിൽ നിന്ന് വളരെ അകലെയാണെങ്കിലോ ദ മാരിടൈം ഇൻഫ്ലുവൻസ് ഗ്രാജുവലി ഡിക്രീസസ് അല്ലേ. ഈ പറയുന്ന കടലിൻ്റെ സ്വാധീനം, മാരിടൈം ഇൻഫ്ലുവൻസ്, കടൽ സ്വാധീനം എന്ത് ചെയ്യാണ്, വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെരി ഹൈ ഡേ ടെമ്പറേച്ചർ, പകൽ സമയം വളരെ അധികം ചൂടിലേക്ക് എത്തുകയും രാത്രിയാകുമ്പോൾ അവിടെ വളരെയധികം താഴ്ന്ന, അതായത് വളരെയധികം തണുപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത് വേനൽക്കാലത്തും ഇതുപോലെ തന്നെയാണ്, വലിയ വേനലായിരിക്കും, വലിയ അത്യുഷ്ണമായിരിക്കും ഇവിടെ ഉണ്ടാവുക, മറ്റിടത്ത് മോഡറേറ്റ് ആയിരിക്കും. വിൻ്ററിലാകുമ്പോൾ അതിശൈത്യമായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം രണ്ടിൻ്റെ ഒരു എക്സ്ട്രീം ആണ് കോസ്റ്റൽ റീജിയനിൽ അകലേക്ക് പോകുമ്പോൾ, മറ്റേത് മോഡറേറ്റിലാണ് നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ഫ്രം ദ സീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓഷ്യൻ കറൻസും അതുപോലെ തന്നെ റിലീഫുമാണ് പറയാനുള്ളത്. അപ്പോൾ ഓഷ്യൻ കറൻസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഓഷ്യൻ കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു അതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് ജനറലി ലോ ഇൻ കേരള. കേരളത്തിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതെന്തുകൊണ്ട്? ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. കാര്യം എന്താ, ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ കണക്കാക്കുക, ഒരു ദിവസത്തെ ഏറ്റവും ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഏറ്റവും ലോ ടെമ്പറേച്ചർ കുറയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസിനാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഇവിടെ നമുക്ക് കേരളത്തിലൊക്കെ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ലോ ടെമ്പറേച്ചർ ആണെങ്കിലും വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 36 ഡിഗ്രി ഒക്കെയാണ് ഹൈ ടെമ്പറേച്ചർ വന്നതെങ്കിൽ ഒരു ലോ ടെമ്പറേച്ചർ ഏകദേശം ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ, ഒരു 4 ഡിഗ്രി ഒരു 5 ഡിഗ്രിയുടെ ഒക്കെ എന്തേ ഉണ്ടാവുള്ളൂ, ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ, ഡൽഹിയൊക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ നമ്മളൊരു 38 രേഖപ്പെടുത്തിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 36 നമ്മൾ രേഖപ്പെടുത്തിയെന്ന് വിചാരിക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ അവിടെ ഏകദേശം ഒരു 20 അല്ലെങ്കിൽ ഒരു 80 എന്തുണ്ടായിരിക്കും, ലോ ടെമ്പറേച്ചർ വരും. അപ്പോൾ വളരെയധികം ഒരു എന്താ പറയുക, മോർ ദാൻ 10 അല്ലേ, നമുക്കൊരു 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 16 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓഷ്യൻ കറൻസ് ആണ് പറയാനുള്ളത്.
ഓഷ്യൻ കറൻസും റിലീഫും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ആദ്യം ഓഷ്യൻ കറൻസിലേക്ക് കടക്കാം. പക്ഷേ ഓഷ്യൻ കറൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യം, അതായത് ഓഷ്യൻ കറൻസ് എന്താണ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അതായത് നമുക്ക് ഓഷ്യനിൽ ഉണ്ടാകുന്ന നമ്മൾ ഓഷ്യനിൽ നമുക്ക് വാട്ടർ ഉണ്ട് അല്ലേ. ബേസിക്കലി ഓഷ്യനിൽ നിറയെ വാട്ടറാണുള്ളത്. പക്ഷേ ഓഷ്യനിലെ ചില ഏരിയകളിൽ എന്തായിരിക്കും ഒരു സെപ്പറേറ്റ് ഒരു വാട്ടർ ഫ്ലോ, ഒരു പ്രത്യേകമായിട്ട് ഈ ഓഷ്യനിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷെ അതിൽ തന്നെ ചില ഭാഗങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഒരു നദി പോലെ, ഒരു റിവർ പോലെ, ഒരു സെപ്പറേറ്റ് ഒരു വാട്ടർ ഫ്ലോ രൂപം കൊടുക്കും. പൊതുവേ ഓഷ്യനിലുള്ള വാട്ടർ ഫ്ലോയിൽ നിന്ന് വേറൊരു റിവർ പോലെ അല്ലെങ്കിൽ ഒരു ലേക്ക് പോലെ ഒക്കെ ഒരു പ്രത്യേകമായിട്ടൊരു വേറൊരു ഫ്ലോയിൽ, വേറൊരു സ്പീഡിൽ ചില എന്ത് ചെയ്യാണ് ഒരു വാട്ടർ ഫ്ലോ രൂപം കൊള്ളും. ഇങ്ങനെ വാട്ടർ ഫ്ലോ രൂപം കൊള്ളുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓഷ്യൻ കറൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗർ 1.8 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓഷ്യനാണ്. ഇവിടെയൊക്കെ നിറയെ ഈ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയൊക്കെ ഓഷ്യനാണ്. പക്ഷേ ഓഷ്യനിലെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആരോ മാർക്കുകൾ കാണുന്നില്ലേ. ഇവിടെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്, ഇതവിടെ ആരോ മാർക്കുകൾ കാണാം. ഇതൊക്കെ എന്താണ്, ഈ ഓഷ്യനിലുള്ളിൽ തന്നെ ചില ഇടങ്ങളിൽ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വാട്ടർ ഫ്ലോ, ഒരു ഭയങ്കര ശക്തിയിലുള്ള ഒരു വാട്ടർ ഫ്ലോ രൂപം കൊള്ളുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്, ഓഷ്യൻ കറൻസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ നോക്കാം, ഈ ഓഷ്യൻ കറൻസിനകത്ത് വാം കറൻറ്റും ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ കോൾഡ് കറൻറ്റും ഉണ്ടാവാറുണ്ട്. അതായത് ഈ നല്ല ഫ്ലോയിൽ എന്താണ് തണുത്ത വെള്ളത്തിൻ്റെ ഒരു പ്രവാഹവും ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂട് ജലത്തിൻ്റെ, കടലിലെ ചൂട് ജലത്തിൻ്റെ പ്രവാഹവും ഈ പറഞ്ഞ സെപ്പറേറ്റ് ഒരു ഫ്ലോയും ഉണ്ടാവാറുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കോൾഡ് കറൻറ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ഓഷ്യൻ കറൻസുകളാണുള്ളത്. ഒന്ന് വാം കറൻറ്റ്, മറ്റൊന്ന് കോൾഡ് കറൻസ്. അങ്ങനെ ചൂട് ജലമാണ് വളരെ ശക്തിയിൽ പ്രവഹിക്കുന്നതെങ്കിൽ അത് വാം കറൻറ്റ്. നമ്മൾ ഈ പറയുന്ന ഓഷ്യനിൽ നിന്ന് വളരെ തണുത്ത ജലമാണ് വളരെ ഫ്ലോയിൽ നല്ല സ്പീഡിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ഒരു റിവർ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് കോൾഡ് കറൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇനി ഈ ഒരു ബേസിക് ഐഡിയയിൽ നിന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, the temperature along the coastal regions is raised or lowered by the warm currents and cold currents respectively as they pass by. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു കോൾഡ് കറൻസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വാം കറൻസും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് എവിടുന്ന് എവിടേക്കാണോ പോകുന്നത്, ഇപ്പോൾ ഒരു വാം കറൻറ്റ് വളരെ തണുത്ത ഒരു ജലമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ തണുത്ത ജലത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ അതെന്തായിരിക്കും, ആ തണുത്ത ജലം ചൂടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി വളരെ ചൂടുള്ളൊരു സ്ഥലത്തേക്ക് ഒരു കോൾഡ് കറൻറ്റാണ് വരുന്നതെങ്കിൽ, ഒരു തണുത്ത ഒരു ജലത്തിൻ്റെ ഒരു പ്രവാഹമാണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, ആ തണുത്ത ജലം എന്ന് പറയുന്നത് എന്താണ്, തണുത്ത ജലത്തിലേക്കാണ് ഒരു ചൂട് കറൻറ്റ് എത്തുന്നതെങ്കിൽ അവിടെ ചൂടാവാനും, ഇന്ന് ചൂടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ പറയുന്ന തണുത്ത ജലം എത്തുന്നതെങ്കിൽ ആ സ്ഥലം തണുക്കാനും കാരണമാകും അല്ലേ. അപ്പോൾ ഇങ്ങനെ വാം കറൻറ്റും കോൾഡ് കറൻറ്റും എവിടേക്കാണോ എത്തുന്നത് അതനുസരിച്ചിട്ട് ആ എത്തിച്ചേരുന്ന സ്ഥലത്തെ ചൂട് കൂടാനോ ചൂട് കുറയാനോ കാരണമാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ വാം കറൻറ്റ് കോൾഡ് നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ് ഗിവ്സ് റിലീഫ് ഫോർ ദ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഫ്രം സിവിയർ കോൾഡ്. നമുക്ക് നോക്കാം, ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ് എന്ന് പറയുന്ന ഒരു കറൻറ്റ് കാണുന്നുണ്ട്. ഇതാ നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ്, ഇതൊരു നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റാണ്. നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റാണ് ഈ കറൻറ്റ്. ഈ കറൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊരു വാം കറൻറ്റാണ്. ഇതൊരു ചൂടുള്ള ഒരു ജലമാണ് പ്രവഹിക്കുന്നത്. ഈ ചൂടുള്ള ജലം ഇത് എവിടേക്കാണ് ഇത് പ്രവഹിച്ചെത്തുന്നത്, ഇത് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയിലേക്ക്, യൂറോപ്പിൻ്റെ വെസ്റ്റ് സൈഡിലോട്ടേക്ക്, ഈ ഭാഗത്തോട്ടേക്കാണ് എത്തുന്നത്. യൂറോപ്പിൻ്റെ വെസ്റ്റേൺ സൈഡിലോട്ടേക്ക്, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, യൂറോപ്പിൻ്റെ ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് യൂറോപ്പിൻ്റെ ഈ ഒരു വെസ്റ്റേൺ സൈഡിലോട്ടേക്കാണ് എന്തെത്തുന്നത്, ഈ കറണ്ട് എത്തുന്നത്. യൂറോപ്പിൽ പൊതുവെ തണുപ്പാണ്. അപ്പോൾ ഈ യൂറോപ്പിൻ്റെ ഈ ഭാഗത്തോട്ടേക്ക് ആരെത്തുകയാണ്, ഈ ചൂടുള്ള ഈ നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ്, വാം കറൻറ്റ് എത്തുകയാണ്. സ്വാഭാവികമായിട്ട് യൂറോപ്പിലെ സിവിയർ ആയിട്ടുള്ള കോൾഡ് എന്ത് ചെയ്യും, കുറയാനുള്ള റിലീഫ് അതിനൊരു റിലീഫ് കിട്ടും. അവിടുന്ന് ഇത്തരം സ്ഥലങ്ങളിലുള്ള ഈ വളരെ അധികം ഉള്ള തണുപ്പ് എന്ത് ചെയ്യും, സിവിയർ കോൾഡിനെ ഈ നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ് എത്തുന്നതോടുകൂടിയിട്ട് കുറയും എന്നാണ് പറയുന്നത്. ഇനി ഓൺ ദ അതർ ഹാൻഡ്, ദ പ്ലേസസ് സിറ്റുവേറ്റഡ് അലോങ് ദ നോർത്ത് ഈസ്റ്റേൺ കാനഡ വിച്ച് ആർ ഓൾസോ ഇൻ ദ സെയിം ലാറ്റിറ്റ്യൂഡ് എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ഫോർ മന്ത്സ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ലാബ്രഡോർ കോൾഡ് കറൻറ്റ്. ഇവിടെ ലാബ്രഡോർ കോൾഡ് കറൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഇതാ നിങ്ങൾക്കിവിടെ ലാബ്രഡോർ കോൾഡ് കറൻറ്റിനെ കാണാം.
ഇതാണ് ലാബ്രഡോർ കോൾഡ് കറൻറ്റ്. ഈ ലാബ്രഡോർ കോൾഡ് കറൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് തണുത്ത ജലത്തിൻ്റെ പ്രവാഹമാണ് അല്ലേ? ഇത് തണുത്ത ജലത്തിൻ്റെ പ്രവാഹമാണ്. അപ്പോൾ ഇവിടെ കാനഡയുടെ ഈ ഭാഗത്തേക്കാണ് ആരെത്തുന്നത്? ഈ ലാബ്രഡോർ കോൾഡ് കറൻറ്റ് എത്തുന്നത്. ഇതിങ്ങനെ എത്തുന്ന സമയത്ത് നമ്മുടെ ഓൾറെഡി ഈ കാനഡ എന്ന് പറയുന്ന സ്ഥലം സിവിയർ കോൾഡായിട്ട് നിൽക്കുന്ന സ്ഥലം, മാസങ്ങളായിട്ട് വളരെയധികം തണുപ്പിൽ നിൽക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് വീണ്ടും തണുത്ത ഒരു ജലപ്രവാഹം, വീണ്ടും ഒരു തണുത്ത കോൾഡ് എയർ എത്തുകയാണ്. വീണ്ടും ഒരു ഓവർഫ്ലോ അല്ലേ, തണുത്ത ജലത്തിൻ്റെ ഒരു ഓവർഫ്ലോ ഇവിടേക്ക് എത്തുകയാണ്. ഓൾറെഡി തണുപ്പാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ തണുപ്പ് വളരെയധികം കൂടാൻ കാരണമാകും. അപ്പോൾ ഒരു സ്ഥലത്ത് തണുപ്പുള്ളതിനെ ചൂട് വന്നിട്ട് കുറച്ചെങ്കിൽ ഒരു സ്ഥലത്ത് തണുപ്പുള്ളിടത്തേക്ക് വീണ്ടും തണുപ്പ് വന്നപ്പോൾ തണുപ്പ് കൂടി. ഇനി ഒരു സ്ഥലത്ത് ചൂടാണ്, അവിടേക്ക് വീണ്ടും കറണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ചൂട് കൂടുക. അപ്പോൾ ഒരു സ്ഥലത്തെ ചൂട് കൂട്ടാനും ചൂട് കുറയ്ക്കാനും തണുപ്പ് കൂട്ടാനും തണുപ്പ് കുറയ്ക്കാനും ഒക്കെ റീസൺ ആവുന്നുണ്ട് ഈ വാം കറൻറ്റും അതുപോലെ തന്നെ കോൾഡ് കറൻറ്റും, ഓഷ്യൻ കറൻസുകൾ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു അടുത്ത ഒരു ഫാക്ടറാണ് റിലീഫ്. എന്താണ് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭൂപ്രകൃതി എന്നാണ് റിലീഫിൻ്റെ അർത്ഥം. ഭൂപ്രകൃതി അതായത് ഒരു പ്രദേശത്തിൻ്റെ ഷേപ്പ്, അതാണ് റിലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രദേശങ്ങൾക്കും ഒരേ ഷേപ്പാണോ ഉള്ളത്? അല്ല. ചില പ്രദേശങ്ങൾ വളരെ പ്ലെയിൻ ആണ് അല്ലേ, വളരെ നിരപ്പായ പ്രദേശങ്ങളാണ്. ചില പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഉയരമുള്ള പ്രദേശങ്ങളാണ്. ചില പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന പ്രദേശങ്ങളാണ് അല്ലേ. ചില പ്രദേശങ്ങൾ കുന്നും പുറങ്ങളാണ്, ചിലത് താഴ്വാരങ്ങളാണ്. ഇങ്ങനെ നമുക്ക് മൗണ്ടെയിൻസ് ആണ്, ചിലത് വാലീസ് ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എനിവേ, ഈ റിലീഫ് എന്ന് പറയുന്ന കാര്യം, ഓരോ സ്ഥലത്തിൻ്റെയും ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടെമ്പറേച്ചറിൻ്റെ അല്ലെങ്കിൽ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഒബ്സർവ് ദ ഫിഗർ 1.9. ഇവിടെ 1.9 നോക്കി നോക്കൂ. എ എന്ന് പറയുന്ന സ്ഥലവും ബി എന്ന് പറയുന്ന സ്ഥലവും ഉണ്ട്. ഇവിടേക്ക് സൺലൈറ്റ് ഇതായി ഇങ്ങനെ എത്തുന്നുണ്ട് അല്ലേ, ഇങ്ങോട്ടേക്കൊക്കെ സൺലൈറ്റ് എത്തുന്നുണ്ട്. ബിയിലേക്കും എത്തുന്നുണ്ട്, എയിലോട്ടേക്കും എത്തുന്നുണ്ട്. ഇനി വിച്ച് ഓഫ് ദ 2 മൗണ്ടൻ സ്ലോപ്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി ഗെറ്റ്സ് മോർ സൺലൈറ്റ്? എയിലേക്കാണോ ബിയിലേക്കാണോ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുക? നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിയിലേക്കാണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുക. എയിലോട്ടേക്ക് കുറച്ചേ കിട്ടുള്ളൂ. കാര്യം എന്താ? ബിയിലേക്ക് സൺലൈറ്റ് പതിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ ഇതിങ്ങനെ ഈ മൗണ്ടെയിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഈ അടിഭാഗത്തേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ മൗണ്ടെയിൻമ തട്ടിയിട്ട് സൺലൈറ്റിന് വരണം. അപ്പോൾ മൗണ്ടെയിൻമ തട്ടിയിട്ട് സൺലൈറ്റ് വരിക എന്ന് പറയുമ്പോൾ കുറേയൊക്കെ അങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. പലതും ഇങ്ങോട്ടേക്ക് എത്തില്ല, വളരെ കുറച്ചാണ്, ഒരു ഷെയ്ഡായിട്ടാണ് എത്തുക. മറ്റേത് ഡയറക്റ്റായിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ now you must have understood that the availability of sunlight differs from one place to another in accordance with the relief. അപ്പോൾ ഒരു പ്രദേശം വളരെ ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൺലൈറ്റിന് വെർട്ടിക്കലി പതിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടേക്ക് സൺലൈറ്റ് കൂടുതലെത്തും. എന്നാൽ അതിൻ്റെ ഇടയിൽ തടസ്സങ്ങൾ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മൗണ്ടെയിൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പറയുന്ന സൺലൈറ്റിന് ചെരിഞ്ഞിട്ടാണ് എത്താൻ വേണ്ടി പറ്റുക. അങ്ങനെ ആകുമ്പോഴോ സൺലൈറ്റ് ആ പ്രദേശങ്ങൾ കുറവാണ്. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഷേപ്പ്, അത് മൗണ്ടെയിൻസിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്, മൗണ്ടെയിൻസിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സൺലൈറ്റിന് വളരെ അധികം എത്താൻ പറ്റുന്നുണ്ട്, ഇടയിൽ തടസ്സങ്ങളുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ടെമ്പറേച്ചർ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഡ്യൂ ടു ദ ഡിഫറൻസ്, the mountain slopes facing the sun experience higher temperature and opposite slopes experience lower temperature അല്ലേ. അപ്പോൾ സണ്ണിൻ്റെ ഒരു മൗണ്ടെയിൻ സ്ലോപ്പിൻ്റെ സണ്ണിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് വളരെയധികം ടെമ്പറേച്ചർ കിട്ടുന്നു. സണ്ണിനെ ഫേസ് ചെയ്യാതെ നിൽക്കുന്ന സ്ഥലത്ത് വളരെ കുറച്ച് ടെമ്പറേച്ചർ കിട്ടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനെ, സണ്ണിൽ നിന്നുള്ള ഹീറ്റിൻ്റെ വിതരണത്തെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.